സിനിമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണ് എൻ്റെ സിനിമ കാണുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ അവിടെ ഇരിക്കുന്ന ബുദ്ധിജീവികളെന്ന് സ്വയം പറയുന്ന ആളുകൾ ഒരാൾ പോലും എൻ്റെ സിനിമ കണ്ടിട്ടില്ല. സിനിമ കണ്ട ഒരാൾക്കും ഒരു വിമർശനം ഇല്ല എന്ന് മനസ്സിലാക്കുക. ഞാനെന്താ ആരെയും കൊന്നിട്ടുണ്ടോ ഏട്ടാ? അല്ല, ഞാനെന്താ അവിടെ പിടിച്ചു വരയ്ക്ക് വല്ലതും പോയിട്ടുണ്ടോ? ഞാൻ അന്തസ്സായിട്ടൊരു സിനിമ ചെയ്തു. 3 മണിക്കൂറിന്റെ ലെങ്തി ഫിലിം, 8 പാട്ടും 8 സംഘടനകളായിട്ടുള്ള നല്ല പുതുമ നിറഞ്ഞൊരു പ്രമേയം. ഇവരാരും സിനിമ കാണാത്തതുകൊണ്ട് എനിക്ക് ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സിനിമ കാണാൻ പുതുമയുടെ ആംഗിൾ ആ സിനിമ ഇടിച്ചു കയറുന്നു, ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നു, ആളുകൾ എന്നെ സൂപ്പർ സ്റ്റാറായി കണക്കാക്കുന്നു. ഇവർക്ക് 100 കോടി ചെലവാക്കി ഇവരുടെ 3-ാം ദിവസം ഹോൾഡ് ഓവർ ആവുന്നവരുടെ സിനിമ ഇവരെ കണ്ട് പേടിച്ച് വിറയ്ക്കുകയാണ്. ഇവരെന്ത് ഹിറ്റിന്റെ കാര്യമാണ് പറയുന്നത്? ഒരു 5 ലക്ഷം രൂപ ചെലവാക്കിയ സിനിമ ഇവിടെ കോടികൾ കൊയ്യുന്നു. ഞാൻ അതിൽ സെക്സ് സിനിമയാണോ ഞാൻ എടുത്ത്? ഇനി സെക്സ് സിനിമ എടുക്കാൻ പാടില്ല എഴുതി വെച്ചിട്ടുണ്ടോ? ഒരു സെക്സ് സിനിമയല്ല, സിനിമ കണ്ടവനോട് ചോദിക്കും നിങ്ങൾ. വളരെ പുതുമയുള്ള ഒരു പ്രമേയം. ഇവര് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കുക എന്നുള്ള ഒറ്റ സിദ്ധാന്തമാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. ഇവരെന്താണ് ചെയ്യുന്നത്? കോടികൾ നശിപ്പിക്കുന്നു. ഇവർ പറയുന്നത് എന്താ? ഇത്രയും കാലം ഇവരെന്താണ് പറഞ്ഞു നടന്നത്? പ്രധാനപ്പെട്ട ചാനലുകളിലെ സ്ത്രീകൾ മുഴുവൻ ചാനലിലെ സീരിയലിന്റെ മുന്നിലാണ്. ഞങ്ങളുടെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് തന്നെ യൂട്യൂബിലെല്ലാം വരുന്നോട്ട് കാണാൻ മനുഷ്യന്മാരില്ലാന്ന്. എങ്കിൽ എന്റെ 8 പാട്ടുകളും ജനങ്ങൾക്ക് ബൈഹാർട്ടാണ്. രാത്രി ശിവരാത്രി എന്ന് പറഞ്ഞ പാട്ടിന്റെ വീഡിയോ ഇവിടുത്തെ LKG കുട്ടികളുടെ മൊബൈലിൽ വരെയുണ്ട്. ഒരേ സമയം മലയാളത്തിൽ കൃഷ്ണൻ രാധയും പോലുള്ള നല്ല പുതുമുള്ള സിനിമ ഓടുമ്പോൾ തമിഴ്നാട്ടിൽ എങ്കേ എപ്പോ എന്ന് പറഞ്ഞ സിനിമ അവിടെ സൂപ്പർഹിറ്റായി ഓടുന്നു. അവിടെ സുബ്രഹ്മണ്യപുരം ഓടുന്നു. എന്തുകൊണ്ട് ഓടുന്നു? സിനിമ, പുതിയ ആളുകളുടെ സിനിമ ജനങ്ങൾ അംഗീകരിക്കുന്നു. പുതിയ ആളുകളുടെ സിനിമ അംഗീകരിക്കുന്നു. ഇത് കാണുമ്പോൾ ഇവർക്ക് പേടിയാണ്. ഇവർക്കൊക്കെ ചാൻസ് നഷ്ടപ്പെടുമെന്ന് എനിക്ക് ഇവരോടൊന്നേ പറയാനുള്ളൂ. കുറെ 100 പുതിയ ആളുകൾ വന്നു വെച്ചിട്ട് ഇവരുടെ ചാൻസ് പോകുന്നില്ല. ഇവർക്ക് കിട്ടേണ്ടത് ഇവർക്ക് തന്നെ കിട്ടിയിരിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെ പേടിച്ച് വരച്ച് എന്നെ ശത്രുവായി കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലുള്ള പുതിയ ചുരുങ്ങിയ ലോ ബഡ്ജറ്റിൽ ഇവരൊക്കെ 100 ജന്മം ജനിച്ചാൽ ഇവർക്ക് 5 ലക്ഷത്തിൽ സിനിമ ചെയ്യാൻ പറ്റുമോ? എങ്കിൽ കാണിച്ച് ജനങ്ങൾ കാണട്ടെ. ഞാൻ ആരോടും പ്ലീസ് കാണുന്ന ഈ പറയുന്ന വ്യക്തിന്റെ അടക്കം ഞാൻ പോയിട്ടില്ല. ഇഷ്ടമുള്ള പുതിയ മനസ്സുള്ള കണ്ടാൽ മതി. എന്റെ സിനിമ കാണാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം ഞാൻ ജനങ്ങളെ മുന്നിൽ കാണിച്ചിരിക്കും. ഇഷ്ടമുള്ള പുതിയ മനസ്സുള്ള കണ്ടാൽ മതി. ഞാൻ ആരോട് കാണുന്ന നടക്കുന്നില്ല. ഇയാൾ എന്തിനാ എന്റെ സിനിമ കാണുന്നത്? നല്ല ആളുകൾ കണ്ടാൽ അത് കാണാൻ ആളുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ 30 ദിവസം ഹൗസ്ഫുള്ളിലാണ് സിനിമ ഓടുന്നത്. സിനിമ നിർമ്മിച്ചോളൂ, അഭിനയിക്കാതിരുന്നാൽ മതി. സംവിധാനം ചെയ്യരുത്, രണ്ടും മതി. അഭിനയിക്ക് ഇഷ്ടമുള്ള പുതിയ മനസ്സിന്റെ കണ്ടാൽ നിങ്ങളുടെ കാണാൻ ഞാൻ പറഞ്ഞോ? നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ വന്നോ? നിങ്ങൾക്കൊക്കെ അസൂയല്ലേ? ലോക റെക്കോർഡ് കിട്ടിയത് സിനിമ കാണാൻ അറിയാമോ? കാശ് കൊടുത്ത് നിങ്ങൾ കാണണ്ട. ഞാൻ ഇനി അഭിനയിക്കും. ഇഷ്ടമുള്ള പുതിയ 50 രൂപ നഷ്ടപ്പെടുത്തിയിട്ട് ഈ തല്ലിപ്പൊളി പടമാണ് എന്റെ ജീവിതത്തിൽ ഇത്രയും തല്ലിപ്പൊളി പടം അവസാനിപ്പിച്ചോ? അടുത്ത സിനിമ മുതൽ നിങ്ങൾ കാണണ്ട. നിങ്ങളെപ്പോലുള്ളവര് ഇവിടെ എല്ലാം മറ്റുള്ളവർക്ക് ഓശാന പാടാനാണ് നടക്കുന്നത്. സിനിമാക്കാർക്ക് ഇത്രയും കണ്ണുകടി ഉണ്ടാവുന്നു, എന്നെ ശത്രുവായി കണക്കാക്കുന്നു. അവർ 50 കോടിന്റെ സിനിമ ആളില്ലാതെ വന്നപ്പോ 5 ലക്ഷത്തിന് കണ്ടപ്പോ ഇങ്ങനെ ദേഷ്യം പിടിച്ച് എന്നെ ഒരു ഭ്രാന്തനായി ചിത്രീകരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ആ സൈക്കോളജി എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സിനിമ സെറ്റ് പോലും കാണാത്ത എനിക്ക് ഇത്രയും നന്നായി ചെയ്യാൻ പറ്റിയെങ്കിൽ ഈ 18 വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞ ഒരാളുണ്ടല്ലോ, ഇദ്ദേഹം കൂടിയിരിക്കുന്ന ഒരാളുണ്ട്. 18 വർഷമായി ഞാൻ ഇതിൽ ഒരു പൊങ്ങച്ചം പറയണ്ടേ? 18 വർഷമായി ഞാൻ ഫീൽഡുണ്ട്. എനിക്ക് സിനിമ എന്താണെന്ന് അറിയാവുന്നത്. ഈ ചെയ്ത മനുഷ്യന്റെ സിനിമ പൊട്ടി നാറിയതാണ്. ഇത്രയൊക്കെ വിവരമുള്ള ആളുകളുടെ സിനിമ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? എത്ര പൈസയുടെ നഷ്ടം ഉണ്ടായി ആ നിർമ്മാതാവിന്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നല്ല സിനിമ അറിയാതെ, എങ്കിൽ നീ കാണിക്കേ. വെറുതെ നാക്കൊണ്ട് കോമിട്ട വരച്ചുകൊണ്ട് കാര്യമില്ല. സന്തോഷ് പണ്ഡിറ്റ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. വെറും 5 ലക്ഷം രൂപയ്ക്ക് 105 പുതിയ താരങ്ങൾ വെച്ച് സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കാമെന്ന് ഞാൻ തെളിയിച്ച ഒരു വ്യക്തിയാണ്. എന്റെ മുന്നിൽ ഒന്നുമല്ലാത്ത ഒരാൾ അങ്ങനെ സംസാരിക്കരുത്. എന്നെ ദയവ് ചെയ്ത് ഒരു ശത്രുവായി കണക്കാക്കണ്ട. ഞാൻ ഇതിലൊക്കെ മെമ്പർ ആവാൻ ഞാൻ റെഡിയാണ്. ഇപ്പോൾ തന്നെ ഞാൻ അമ്മയുടെ ഒരു ഭാരവാഹിയുമായിട്ട് സംസാരിച്ചു. സംഘടനയിലും മെമ്പർ ആവാൻ തയ്യാറാണ്. എന്നെ ഒരു രീതിയിലും എന്നെ ശത്രുവായി കണക്കാക്കുകയും ഞാൻ മെമ്പർ ആവാൻ പോയ കഥകളൊക്കെ മാറ്റിവെച്ച് എന്നെ ഇയാൾ മെമ്പർഷിപ്പ് ഒന്നും ഇല്ലാതെ ഇയാൾ ചെയ്യുന്നു, 100 പുതിയ ആളുകൾ വരുന്നു, അതുകൊണ്ട് നമുക്കൊക്കെ പണിയില്ലാതെ വീട്ടിലിരിക്കേണ്ടി വരും, എങ്ങനെയെങ്കിലും നശിപ്പിച്ചോ ഈ ചങ്ങാതിനെ. അയാൾ 5 ലക്ഷം 10 ലക്ഷത്തിന് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിർമ്മാതാക്കളൊക്കെ ലോ ബഡ്ജറ്റ് സിനിമ. പിന്നെ അതേപോലെ ഞാൻ പറയുന്നു, ഇപ്പൊ നേരത്തെ സഹോദരങ്ങൾ അവിടെ ഭയങ്കര സിനിമയെ പറ്റി വളരെ ആധികാരികമായിട്ട് പറയണ്ടേ. ഇവർ അവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുടെ സിനിമ പൊട്ടി നാറിയ ആളാണ്. എന്നിട്ടാണ് അയാൾ നല്ല സിനിമ എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. പോട്ടെ, ഞാൻ ഹിറ്റ് സിനിമയുടെ മേക്കറാണ്. പോട്ടെ, അത് വിട്ടേക്ക്. എനിക്കൊന്നേ പറയാനുള്ളൂ, എന്റെ സിനിമ കാണാൻ ആളുണ്ടെങ്കിൽ ഞാൻ സിനിമ നിർമ്മിച്ചിരിക്കും. ഇവിടുത്തെ അമ്മയെ ഏത് സംഘടനയിലും ഞാൻ മെമ്പർ ആവാൻ തയ്യാറാണ്. അതല്ല എന്നെ ഒറ്റപ്പെടുത്താൻ ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്റെ അടുത്ത സിനിമയായാലും ഒരു ക്രൗഡ് പുള്ളിങ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ആളുകൾ ചിരിച്ചോ കരഞ്ഞോ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്ന സിനിമയെ എടുക്കാവുന്ന വാശിയൊന്നുമില്ല. ഒരു ഇന്ത്യൻ പൗരന്റെ രീതിയിൽ എനിക്ക് സിനിമ എടുക്കാം. അത് ഇവിടുത്തെ ഇന്ത്യൻ സെൻസർ ബോർഡ് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ സിനിമ എടുത്തിരിക്കും. ഇഷ്ടമുള്ള പുതിയ മനസ്സുള്ള കണ്ടാൽ മതി. അതിൽ ഫോക്കസ് ഔട്ട് ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും. എനിക്ക് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ. ഇഷ്ടമുള്ള കണ്ടാൽ മതി.
എന്റെ അടുത്ത സിനിമയും വരും, അത് സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്യും. ഇവിടെയുള്ള ഒരു ചൊറിഞ്ഞ് നടക്കേണ്ട ഒരു ചൊറിഞ്ഞ് തന്നെ നടക്കേണ്ടി വരും. സന്തോഷ് പണ്ഡിറ്റിന്റെ പണിതേ അടങ്ങൂ. സന്തോഷ് പണ്ഡിറ്റിനെ പോലത്തെ ലോ ബഡ്ജറ്റ് സിനിമ വരുമല്ലോ, ഞങ്ങൾക്ക് പണിയില്ലാതാവുമല്ലോ, അയാൾ പുതിയ മുഖക്ക് ചാൻസ് കൊടുക്കണമായിട്ട് എനിക്കിട്ട് പാര പണിയുകയാണെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് വേഴ്സസ് മലയാള സിനിമ എന്ന് വരും. എന്റെ സിനിമകൾ സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്യും, മലയാള സിനിമ മാനം കെടും. സോ എന്റെ സിനിമയ്ക്ക് ആളുള്ളിടത്തോളം കാലം ഞാൻ സിനിമ ചെയ്യും. ആ സിനിമ എന്നാണോ ജനങ്ങൾ ഇഗ്നോർ ചെയ്യുന്നത് അന്ന് ഞാൻ പരിപാടി അവസാനിപ്പിക്കും. നിങ്ങൾ പറഞ്ഞല്ലോ ആളുകൾ കളിയാക്കാനാണ് സിനിമ കണ്ടതെന്ന്. എന്തായാലും കുഴപ്പമില്ല, എനിക്ക് ഒരാൾ ടിക്കറ്റ് എടുക്കുമ്പോൾ എനിക്ക് 50 രൂപ കിട്ടുന്നു, അത് മതി എനിക്ക്. ഞാൻ